ആ എത്ര നേരമായി കാത്തിരിക്കുന്നു, അയാളെ കാണുന്നുമില്ലല്ലോ. ആ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ രാജേട്ടാ. എന്തിനാ ചങ്ങാതിമാരെ എന്നെ കാത്തിരിക്കുന്നത്? ഓഹോ, അത് ശരി. ഞങ്ങൾ വന്ന വഴി മറക്കുന്നവരൊന്നും അല്ല. അത് ശരിയാ, ഒന്നിച്ചടിച്ചാൽ ഒരു ഗുമ്മുള്ളൂ. എടാ, ഞാൻ വെള്ളവടി നിർത്തിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? അതൊക്കെ അറിയാം, പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ വെള്ളവടി തുടങ്ങിയതിൻ്റെ 5ാം വാർഷികം. ഗുരുവിനെ മറക്കാൻ പറ്റുമോ? എടാ, ഞാനിത് നിർത്തിയതാ. അന്നത്തെ അവസ്ഥ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എടാ മോനെ, ആ അനിതാൻ്റിയുടെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി അരി മേടിച്ചിട്ട് വാ. എനിക്കൊന്നും വയ്യ, എന്താ നാണക്കേടാമേ. മോനെ, അപ്പം അരി കൊണ്ടുവരൂടാ, അപ്പം തിരിച്ചു കൊടുക്കാം. അമ്മേ, ഇത് ലാസ്റ്റാ, ഞാൻ ഇനി ഒരു ആവശ്യത്തിനും പോവില്ല. ശരി മോൻ ചെല്ല്. വല്ലാത്തൊരു വിധിയാ എൻ്റേത്. വിവാഹം കഴിക്കുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ദാ ദാ നോടാ. എവിടെപ്പോയതാ? അനുസരിച്ചിട്ട് വീട്ടിൽ പോയതാ. എന്നാടാ പാത്രത്തില്? അപ്പച്ച ഇത് അരിയാ. കളക്കം പറയുന്നോടാ. ഞാൻ പറയുന്ന വീട്ട് മര്യാദയ്ക്ക് ഒന്നോണം. വീട്ടിൽ പോടാ. എന്നാ മോനെ, അരി എന്തിയേ? നീ ഇവിടെ നിൽക്കാന്ന് നിന്നാ ഞാൻ മൂരാവുന്നത് ഞാനൊരു മനുഷ്യനല്ലായിരുന്നു. എൻ്റെ ഭാര്യയും മോനെയും ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. എടോ മനുഷ്യ, ഇന്നത്തെ കാലത്ത് കുടിക്കാത്തൊരാരെങ്കിലും ഉണ്ടോ? ന്യായത്തിന് നമുക്ക് പലതും പറയാം. സജി, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും മദ്യപിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? പറഞ്ഞോ, നീ തന്നെയാ പറ. ഒരു സുഖം. അത് കഴിഞ്ഞിട്ടോ? നമ്മുടെ സങ്കടവും വിഷമവും എല്ലാം അങ്ങ് മാറും. അപ്പം അതിൻ്റെ കെട്ടറിയി കഴിഞ്ഞാലോ? ഇതൊക്കെ നോക്കിയിട്ടാണ് ആരെങ്കിലും വെള്ളം അടിക്കുന്നത്? ചുമ്മാ. നിങ്ങൾക്കറിയാലോ, 1200 രൂപ കൂലി വാങ്ങുന്നതാണ് ഞാൻ. എന്നും പണിയുണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ കുടുംബം മുഴുവൻ പട്ടിണിയിലായിരുന്നു. അതെ, നമ്മൾ ലിമിറ്റ് ചെയ്തേ കഴിക്കാവുള്ളൂ. അതൊക്കെ പറയാൻ കൊള്ളാം, പ്രവൃത്തി കാണുകയല്ല. എന്നാ ചേട്ടൻ വിട്ടോ. മദ്യപാനിക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവില്ല. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. ചേട്ടാ, ഉപദേശമൊക്കെ മതി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ഇന്നത്തെ കാലത്ത് ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. സ്വന്തം അനുഭവം വരുമ്പോൾ പഠിക്കും. അയാൾ അങ്ങനെ പലതും പറയും, നീ ക്ലാസ്സിങ് എടുത്തേ. ഉപദേശം എന്നാടാ നിന്റെ തലയില്? ഇത്ര നേരമായിട്ട് അപ്പനെ കണ്ടില്ലല്ലോടാ. അമ്മക്കത് ധൃതിയാവേ. ആ, ഇത് അപ്പം വന്നില്ല. അപ്പോ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ടടാ. അമ്മയ്ക്ക് കൂടെ അപ്പയ്ക്ക് വേണ്ട, മോൻ തിന്നു. കഴിഞ്ഞപ്പ എൻ്റെ ഒരു കാര്യം. നീ തിന്നെ ചെറിയ കഷ്ണം നീ തിന്നു.
ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടല്ലേ. ഒരു മാസം മുമ്പ് എന്തായിരുന്നു? എൻ്റെ പൊന്നെ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എനിക്കറിയാം, നിനക്ക് ക്ഷമിക്കാവുന്നതിലപ്പുറമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. അതൊന്നും സാരമില്ലെന്നേ. എങ്ങനെയാടി നീ എന്നോട് ക്ഷമിച്ചത്? എല്ലാം നേരെയാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. നമുക്കൊരു സ്കൂട്ടി മേടിക്കണം. നടന്നു മടുത്തില്ലേ? മേടിക്കാടി, നമുക്കെല്ലാം മേടിക്കാം. അതെ, ശരി അങ്ങോട്ട് മാറിയിരുന്ന്, ശരി അങ്ങോട്ട് മാറി, ശരി അങ്ങോട്ട് മാറി. സ്വർഗത്തിലെ കട്ടുറുമ്പുങ്ങാനും ഞാനായോ?